ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സുപ്രധാനമായൊരു പഠന പരമ്പരയുടെ 52ാമത്തെ അവതരണത്തിലാണ് റോമർ എഴുതിയ ലേഖനം. ഒരു വിശ്വാസി നിശ്ചയമായും പഠിച്ചിരിക്കേണ്ട അടിസ്ഥാന സത്യങ്ങൾ അടങ്ങുന്ന ഗഹനമേറിയ ഈടുറ്റൊരു ലേഖനം. ഈ ലേഖനം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നാം ഇപ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളോട് പ്രതികരിക്കുന്ന യഹൂദ സമൂഹം. കാരണം അവർ പറയുന്നത്, പൗലോസെ, അങ്ങയുടെ വാക്കുകൾ അശ്രദ്ധയോടുകൂടിയുള്ളതാണ്, യഹൂദജനത്തോടുള്ള വെറുപ്പിൽ നിന്നുളവാകുന്നതാണ്. യാതൊരു മര്യാദയില്ലാതെ യഹൂദ മതസംവിധാനത്തെ വില കുറച്ച് കാണുന്ന, യഹൂദ മതസംവിധാനത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന വാക്കുകളാണ് അപ്പോസ്തലനായ പൗലോസെ അങ്ങ് ഉച്ചരിക്കുന്നത്. ഈ തരത്തിലാണ് യഹൂദന്മാർ പ്രതികരിക്കുന്നത്. ഈ തരത്തിൽ നിലകൊള്ളുന്ന യഹൂദ സമൂഹത്തോട് പൗലോസ് സമ്പാദിക്കുവാൻ ഉപയോഗിച്ച മാർഗം സാധാരണ തത്വചിന്തകന്മാർ ഉപയോഗിക്കുന്നൊരു മാർഗമാണ്. അതായത് സാങ്കല്പികമായൊരു എതിരാളിയെ കണ്ടുകൊണ്ട് അവരോട് സംവാദിക്കുക, അവിടെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് അറിയിക്കുകയും ഉന്നയിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുക. അത് തന്നെ വിമർശിക്കുന്നവരോടാകാം, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരോടാകാം. അവരുയർത്തിയ ഒന്നാമത്തെ പ്രതിഷേധം, അവർ പറയുന്നത് അപ്പോസ്തലൻ്റെ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയെ വില കുറച്ച് കാണുന്നു. ദൈവം യഹൂദജനവുമായി ചെയ്ത ഉടമ്പടിയെ വില കുറച്ച് കാണുന്ന തരത്തിലാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് അതിനാധാരം. അവരുടെ പ്രതിഷേധം ഇതാണ്, ചോദ്യം ഇതാണ്: എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ഉത്തരം 2-ാം വാക്യത്തിൽ പൗലോസ്: സകലവിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവിടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഇപ്പോൾ പൗലോസും ഈ വിമർശകരായിട്ടുള്ളവരെല്ലാം സമ്മതിക്കുന്നൊരു സത്യമുണ്ട്. ദൈവം ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനതയാണ് ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചത്. അവരുമായി ദൈവം ഉടമ്പടി ചെയ്തു. അവരോടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് പരിച്ഛേദന ഒരടയാളമായി മുദ്രയായി നൽകി. അപ്പോൾ അതുകൊണ്ട് യഹൂദജനത്തിൻ്റെ ചിന്ത, ഈ ഒരു യഹൂദൻ എന്ന് പറയുന്ന ഈ അവസ്ഥയും പരിച്ഛേദന എന്നുള്ള അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കില്ലേ? ദൈവം നൽകിത്തന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ? ഇതാണ് അവരുടെ ചോദ്യം. അതുകൊണ്ട് എന്ത് പ്രയോജനം? യഹൂദൻ എന്ത് വിശേഷത, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? വിശേഷത, പ്രയോജനം. പൗലോസ് പറഞ്ഞു, വിശേഷതയില്ലെന്നോ പ്രയോജനമില്ലെന്നോ പൗലോസ് പറഞ്ഞില്ല. തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്, വിശേഷതയുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന വിധത്തിലല്ല. നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിലല്ല അതിൻ്റെ പ്രയോജനം. ഈ അനുഗ്രഹങ്ങൾക്കൊരു പ്രയോജനമുണ്ട്. അതെന്താണ്? അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മപ്പെടുത്താനുള്ളതാണ്. സുരക്ഷിതത്വമല്ല, ഉത്തരവാദിത്വം. ഈ പദവികൾ നിങ്ങൾക്ക് തരുമ്പോൾ ദൈവം നിങ്ങളുടെ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ടു. നിങ്ങൾ വിളക്ക് പ്രകാശമായി ജ്വലിക്കേണ്ടതാണ്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് വഴികാട്ടിയാകേണ്ടവരാണ്. ആ ജോലി നിങ്ങൾ ചെയ്യുന്നില്ല, ആ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും? 2ാമത്തെ പ്രതികരണം, 2ാമത്തെ പ്രതിഷേധം, അത് 3-ാമത്തെ വാക്യത്തിലാണ്. റോമലേഖനം 3: ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഇതാണ് അവരുടെ ചോദ്യം. അവർ പറയുന്ന പൗലോസിൻ്റെ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അസാധുവാക്കുന്നു. ദൈവം വിശ്വസ്തനല്ലേ? കുറച്ച് പേര് വിശ്വസിച്ചില്ല, കുറച്ച് പേര് മത്സരിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് പ്രശ്നമുണ്ടാകുമോ? അപ്പോൾ ഈ പ്രതിഷേധം ഉന്നയിക്കുന്നവർ വാദിക്കുന്നത് ദൈവം വാഗ്ദാനം ചെയ്തു നമ്മെ സംരക്ഷിക്കാമെന്ന്, കടലിലെ കൃഷ്ണമണി പോലെ നോക്കാമെന്ന്, വാർദ്ധക്യത്തിൽ ചുമക്കാമെന്ന്, നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. കുറച്ച് പേര് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് ഭൂരിപക്ഷം പേര് വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ന്യായമായ ചോദ്യമാണ്, നമുക്കറിയാം. ഇപ്പോൾ നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിൽ 100 പേരുണ്ട്, 95 പേരും വിശ്വസ്തരല്ല, 95 പേരും സത്യസന്ധരല്ല, ആത്മാർത്ഥതയില്ല, ആത്മീകരല്ല. അതുകൊണ്ട് ബാക്കി 5 പേരും ദൈവത്തോടുള്ള സത്യസന്ധമായ പെരുമാറ്റവും ബഹുമാനവും ആരാധനയും മുടക്കണമെന്നാണോ?
ഈ ഭൂരിപക്ഷം നോക്കിയല്ല ദൈവത്തിൻ്റെ വിശ്വസ്തത നിലനിൽക്കുന്നത്. പൗലോസ് പറഞ്ഞ മറുപടി എന്താണ്? ഒരു നാളുമില്ല. കുറച്ച് പേര് ദൈവത്തെ വിശ്വസിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ അവിശ്വസ്തയ്ക്ക് ഒരു നാൾ മാറ്റം വരില്ല. ഒരു നാൾ മാറ്റം വരില്ല. ദൈവം ഒരിക്കലും തൻ്റെ ഉടമ്പടി ലംഘിക്കില്ല, മറന്നു കളയില്ല. ഈ വിഷയം വളരെ വിശദമായിട്ട് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ച് കാണിച്ചു തരും. അപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ സ്വഭാവം ഇവയെല്ലാമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പൗലോസ് അതിനെല്ലാം പ്രതിരോധിക്കുകയാണ്. ഒരു ദൈവപൈതലിൻ്റെ കടമയാണ് ദൈവത്തിൻ്റെ ഉടമ്പടിയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ലോകം മറ്റുള്ളവർ കളിയാക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ ഒരു ദൈവപൈതൽ അതിനെ പ്രതിരോധിക്കണം. ഇവിടെ പൗലോസ് അതാണ് ചെയ്യുന്നത്. പൗലോസ് പറയും ദൈവത്തിൻ്റെ സത്യവും ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരു പാറ പോലെ ഉറച്ചതാണ്. മനുഷ്യർ അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിന് മാറ്റമില്ല. ചില ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നു 3-ാം വാക്യത്തിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇപ്പം ഭൂരിപക്ഷം പേരും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവത്തെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ദൈവം തൻ്റെ ഉടമ്പടി, ദൈവം തൻ്റെ വാക്ക് ലംഘിക്കില്ല. ഇതറിയണമെങ്കിൽ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 11 വരെ വായിച്ചു നോക്കിയാൽ മതി. ഇസ്രായേൽ ജനങ്ങളിൽ ഭൂരിപക്ഷവും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചില്ല, ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിച്ചില്ല, ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ നടന്നില്ല. പക്ഷെ ദൈവം താൻ പറഞ്ഞത് ചെയ്തു കൊടുത്തു. അത് മനസ്സിലാക്കിയവർ ദൈവത്തിൻ്റെ കൂടെ നിന്നു. ഇപ്പം ദൈവം ഒരിക്കലും തൻ്റെ വാക്ക് മാറില്ല, ഭൂരിപക്ഷം പേരും തന്നെ അപമാനിച്ചാലും. രണ്ടാമത്തെ ചോദ്യം പൗലോസ് ഉന്നയിച്ചത്, ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യൻ്റെ വിശ്വസ്തതയിലല്ല അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വസ്തരായതുകൊണ്ട് ദൈവം വിശ്വസ്തനായി നിൽക്കുന്നു എന്നല്ല, ഒരിക്കലുമല്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് കേൾക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം എല്ലാവരും അവിശ്വസ്തരായാലും, നന്ദി കെട്ടവരായാലും, മത്സരികളായാലും ദൈവം വിശ്വസ്തനായിട്ട് തന്നെ നിൽക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യൻ്റെ വിശ്വസ്തതയിൽ അനുസരിച്ചല്ല നിൽക്കുന്നത്. മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, മനുഷ്യൻ്റെ അവിശ്വസ്തത, അനുസരണമില്ലായ്മ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ബാധിക്കുമോ? നമ്മളെല്ലാവരും അവിശ്വസ്തരായി മത്സരിക്കാൻ തീരുമാനിച്ചു ദൈവത്തോട്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരില്ല, അതിനെ തൊടാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അവസാനമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, ദൈവം തൻ്റെ ഉടമ്പടി ഇസ്രായേൽ ജനത്തോട് ചെയ്തു, അബ്രഹാമിലൂടെ ചെയ്തു, മോശയിലൂടെ ചെയ്തു. ദൈവം ആ ഉടമ്പടി ലംഘിക്കുകയാണോ ചെയ്തത് യഹൂദ ജനത്തെ ശിക്ഷിക്കുമ്പോൾ? വിശ്വാസമില്ലാത്ത മത്സരികളെ യഹൂദ ജനത്തെ ശാസിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. ഇപ്പോൾ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസിന് പറയുന്ന മറുപടി ശ്രദ്ധിക്കാം. റോമലേഖനം 3-ൽ, ഒരു നാളുമില്ല നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അപ്പോൾ ഇവിടെ സാങ്കല്പികമായ പ്രതിയോഗിയാണ് മുന്നിൽ നിൽക്കുന്നത്. പൗലോസിൻ്റെ വാക്കുകളോട് പ്രതിഷേധം, ചോദ്യം ചെയ്യുകയാണ്. പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ യഹൂദന്മാരുടെ വിശ്വാസമില്ലായ്മ, വിശ്വസ്തതയില്ലായ്മ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ബാധിക്കുന്നുണ്ടോ? ശരിയാണ്, ഞങ്ങൾ ആരും വിശ്വസ്തരല്ല, സമ്മതിച്ചു. പക്ഷെ ദൈവം വിശ്വസ്തനല്ലേ? ദൈവം പറഞ്ഞ കാര്യം ചെയ്താൽ പോരെ? ഞങ്ങളുടെ വിശ്വസ്തത എന്തിനാണ് നോക്കുന്നത്? ഇതാണ് അവരുടെ വാദം. പൗലോസ് മറുപടി പറയുന്നത് ശ്രദ്ധിക്കുക. പൗലോസ് പറയുന്നു, ഈ യഹൂദന്മാർ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല.
നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി തുടരുന്നു. അവൻ്റെ സ്വഭാവത്തെ ത്യജിക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവത്തിൻ്റെ പ്രകൃതി സ്വഭാവത്തെ കളയാൻ പറ്റില്ല. സാഹചര്യം വലിച്ചിട്ട് മാറുന്നതല്ല ആ സ്വഭാവം. ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും കള്ളന്മാരായാലും അവിശ്വസ്തരായാലും നന്ദികേട് കാണിക്കുന്നവരായാലും ദൈവം തന്നെയാണ്. ആ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല. നമ്മളല്ല ദൈവത്തെ ദൈവമാക്കി നിർത്തുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം ഞാനാകുന്നവൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സത്യത്തെ ഉറപ്പിക്കുവാനായിട്ട്, ദൈവം എന്നും സത്യവാനാണെന്നുള്ള സത്യം ഉറപ്പിക്കാനായി പൗലോസ് അപ്പോസ്തലൻ 51 സങ്കീർത്തനം 4 വാക്യം 51 സങ്കീർത്തനം 4 വാക്യത്തെയാണ് ഉദ്ധരിച്ചത്. 51 സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. പഴയമത്തിൽ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ഏറ്റുപറച്ചിലിൻ്റെ അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. 51:4 നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് സെപ്റ്റജിൻ്റ് പരിഭാഷയിൽ നിന്നാണ്. സെപ്റ്റജിൻ്റ് എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമം യവന ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തെയാണ് 70 പണ്ഡിതന്മാർ ചേർന്ന് നടത്തിയ പരിഭാഷയാണ് സെപ്റ്റജിൻ്റ് എന്ന പുസ്തക പേരിൽ അറിയപ്പെടുന്നത്. അതിൽ നിന്നാണ് പൗലോസ് ഉദ്ധരിച്ച് സംസാരിക്കുന്നത്. 51 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ അനുതാപമാണ്. നാഥാൻ പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്ന് താൻ ബത്സയിദയുമായി ചെയ്തു പോയ ആ പാപത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് കേട്ടതിന് ശേഷം ഉണ്ടാകുന്ന അനുതാപത്തിൽ നിന്ന് എഴുതിയ സങ്കീർത്തനമാണ്. ശമൂവേലിൻ്റെ 2 ലേഖനം 2 പുസ്തകം 12 അധ്യായം ആദ്യത്തെ 15 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് വിശദമായി വിവരണം കിട്ടും. ഇപ്പോൾ ദാവീദിൻ്റെ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനുമായിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ വ്യക്തമായിട്ട് ദാവീദിൻ്റെ സുപ്രധാനമായ കരുതൽ, ദാവീദിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധ ഇവിടെ കാണാം. ദൈവം ഒരിക്കലും ആരാലും അപമാനിക്കപ്പെടരുത്. എൻ്റെ ജീവിതത്തിൽ വന്നത് ഈ അകൃത്യം, അനീതി, പാപം, തിന്മ നിമിത്തം മറ്റുള്ളവർ ദൈവത്തെ കളിയാക്കരുത്. ദാവീദ് ഒരു വിധത്തിൽ ഇങ്ങനെയാണ്, ദൈവം ഞാൻ എൻ്റെ പാപം നിൻ്റെ മുമ്പാകെ സമ്മതിക്കുകയാണ്. കാരണം അവസാനം വിധിക്കുമ്പോൾ നീ നീതിമാനായി നിൽക്കണം, നീ നീതിമാനായിരിക്കണം. വിധിക്കുമ്പോൾ നീ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് ദാവീദ് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ അവിശ്വസ്തതയ്ക്കെതിരെ വിരൽ ചൂണ്ടിയ യഹൂദന്മാരുടെ ഈ പ്രതിയോഗികൾ, പൗലോസിന് ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ദൈവം അവിശ്വസ്തനാണ് എന്ന് പറയുന്ന ചിന്ത പോലും പൗലോസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എനിക്ക്. അത് തെളിയിക്കാനാണ് തിരുവെഴുത്തിൽ നിന്ന് 51 സങ്കീർത്തനം 116 സങ്കീർത്തനമൊക്കെ ഉപയോഗിച്ചത്. ഇപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തി. ഇവിടെ പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്. ദൈവത്തിൻ്റെ വാക്കുകളിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാരുടെ കാര്യത്തിലും ദാവീദിൻ്റെ കാര്യത്തിലും അത് കാണാം. 89 സങ്കീർത്തനം 30 മുതൽ 37 വരെ ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം പാലിക്കുന്ന ദൈവത്തെ കാണാം. ദൈവത്തെ വിസ്തരിച്ചാൽ ദൈവം എന്നും സത്യവാനും നിർമ്മലനും നീതിമാനായിട്ടിരിക്കും. ദൈവത്തെ എങ്ങനെയാണ് വിസ്തരിക്കുന്നത് കുറച്ച് കഴിയുമ്പം പറയാം. ദൈവം നീതീകരിക്കപ്പെടും ദൈവം പറയുന്ന എല്ലാ കാര്യത്തിലും. വിധിക്കുമ്പോൾ ദൈവം നിർമ്മലനാണ്, കുറ്റം വിധിക്കുമ്പോൾ ദൈവം നിർമ്മലനും നീതിമാനുമാണ്. ഇപ്പോൾ ദൈവത്തെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ, ദൈവത്തെ പലതരത്തിലും പല സാഹചര്യങ്ങളിലും മനുഷ്യർ വിമർശിക്കും ദൈവത്തെ. പക്ഷെ അവസാനം ദൈവം വിശ്വസ്തനും നീതിമാനായി തെളിയിക്കപ്പെടും. കാരണം ദൈവമാണ്. താൻ ആരാകുന്നുവോ താൻ ആ നിലയിൽ തുടരുകയാണ്. ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കും, ചിലരെ ശപിക്കും. കാരണം തനിക്ക് തന്നോട് വിശ്വസ്തനാകണം. ദൈവത്തോട് തനിക്ക് തന്നെ തൻ്റെ നീതിയോടും സത്യത്തോടും വിശുദ്ധിയോടും താൻ വിശ്വസ്തനാകണമെന്നുള്ളത് കൊണ്ട് പാപം കാണുമ്പോൾ ശാസിക്കും, ശിക്ഷിക്കും, ശപിക്കും. നന്മ കാണുമ്പോൾ അനുഗ്രഹിക്കും. അതിൻ്റെ സ്വഭാവം തെച്ചു കളയാതിരിക്കാനാണ്. റോമലേഖനം 3 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ എങ്ങനെ ചെയ്തത്? കാൽവറി ക്രൂസിൽ കാണാം ദൈവത്തിൻ്റെ നീതി. മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് ശിക്ഷ വിധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതി പ്രദർശിപ്പിക്കുന്നു. റോമലേഖനം 9 അധ്യായത്തിൻ്റെ 16 മുതൽ 24 വരെ കാണാം. കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടിക്കളഞ്ഞുകൊണ്ട്, മഷികായി തള്ളിക്കളഞ്ഞ യഹൂദന്മാരെ മുഴുവൻ വെട്ടിക്കളഞ്ഞുകൊണ്ട് നല്ല കൊമ്പുകളെ വെട്ടിക്കളഞ്ഞു ദൈവം. എന്നാൽ ക്രിസ്തുവിനെ മഷികായി അംഗീകരിക്കാൻ തയ്യാറല്ല. അവരെ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ നീതിയാണ്. റോമലേഖനം 11:22 അത് കാണാം. റോമർ 11:22 ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവം നീതിമാനായിട്ട് തെളിയും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. 2 തിമോത്തിയോസ് 2:12-13 വാക്യം നമ്മൾ വായിച്ചു കേട്ടതുപോലെ, 2 തിമോത്തിയോസ് 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും, നാം അവിശ്വസ്തനായി തീർന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞ നമ്മളെ തള്ളിക്കളയും. ദൈവത്തിൻ്റെ നീതിയാണത്. അപ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞാലും ദൈവത്തെ അപമാനിച്ചാലും ദൈവം ഒന്നും ചെയ്യില്ല എന്നുള്ള ധാരണ ദൈവത്തെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നാം എങ്ങനെയാണ് ദൈവത്തെ വിധിക്കുന്നത്, അഥവാ കുറ്റമാരോപിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാ ദിവസവും നാം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നാം ഇത് ചെയ്യാറുണ്ട്. നാം തലകുലുക്കിക്കൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചു? എൻ്റെ കുടുംബത്തിൽ ഈ ദുരന്തം ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തെ ഒരു വിധത്തിൽ വിധിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉരുവിടുകയാണ്. ഏറ്റവും സുബോധമുള്ളെന്ന് പറയുന്ന ദൈവഭക്തനായി ഉൾപ്പെടെ ചില സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചോദ്യം ചെയ്യുകയാണ്. പാപം ചെയ്യാനുള്ള പ്രാപ്തിയോടുകൂടി എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ ജീവിപ്പിച്ചത്? പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് എനിക്ക് തരാൻ പാടില്ലേ? പ്രലോഭത്തിൻ്റെ നടുവിൽ എന്തിനാണ് വിട്ടത്? മറ്റാരുടെ അശ്രദ്ധയോടുകൂള്ള വാഹനം ഓടിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ എന്തിനു മരണം സംഭവിച്ചു? കഠിനമുള്ള കഷ്ടപ്പാടുള്ള ജീവിതം ദൈവം എന്തിനാണ് എനിക്ക് തന്നത്? ഈ പ്രതികൂലത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ദൈവം എന്നോട് വിശുദ്ധി ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ദൈവം കുറേ കൂടി വ്യക്തമായി എല്ലാ കാര്യങ്ങളും ഭാവി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പാടില്ലായിരുന്നു? ഇങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ പൗലോസ് പറയുന്ന മറ്റൊന്നുമല്ല, ഇപ്പം മനുഷ്യർ ദൈവത്തെ വിധിക്കാൻ ശ്രമിച്ചാലും, അഥവാ ചോദ്യങ്ങൾ ചെയ്താലും, ആരോപണം ഉന്നയിച്ചാലും ദൈവം എന്നും കുറ്റവിമുക്തനാണ്. ദൈവത്തിനെതിരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ദൈവം പരിശുദ്ധനും വിശുദ്ധനും നിർമ്മലമായി തന്നെ നിൽക്കും. അത് ചിലപ്പോൾ ഒരു പക്ഷേ അവസാനം മനസ്സിലാകും, ദൈവത്തിൻ്റെ സകല വഴികളും പൂർണ്ണതയുള്ളതാണ്, തികവുള്ളതാണ്, നീതിയുള്ളതാണ്, കുറ്റമറ്റതാണ്. ദൈവം എന്നും വിശ്വസ്തനാണ്. കോടതി വിസ്താരത്തിൽ അവസാനം ദൈവം തന്നെ ജയിക്കുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പ്രതിഷേധം. മൂന്നാമത്തെ പ്രതിഷേധം 5-6 വാക്യങ്ങളിലേക്ക് നോക്കാം. തുടങ്ങി വയ്ക്കുക, ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. റോമലേഖനം 3-ാം അധ്യായം 5-6 വാക്യം. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? അസാധാരണമായ ചോദ്യമാണ്. നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തി ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? അപ്പോൾ നമ്മുടെ അനീതി, നാം ദൈവത്തെ അവിശ്വസ്തയോടുകൂടി ദൈവത്തെ മത്സരിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാനിടയായെങ്കിൽ അത് ദൈവത്തിന് ഞാൻ സഹായം ചെയ്തതല്ലേ? അപ്പോൾ ദൈവത്തിന് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന രീതിയാണ്. ഇപ്പോൾ യഹൂദന്മാർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അത് ദൈവത്തിന് തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്താൻ കാരണമായില്ലേ? അതുകൊണ്ട് ദൈവത്തെ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇതാണ് ഇവിടെ വാദം. യഹൂദന്മാരുടെ അവിശ്വസ്തതയും അനുസരണക്കേടും ദൈവത്തിൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്താൻ കാരണം. അപ്പോൾ ദൈവത്തെ ഞാൻ സഹായിച്ചില്ലേ? അപ്പോൾ ഈ ഒരു അഴുക്ക് പുരണ്ടൊരു വസ്ത്രം, ശരിയായ നിർമ്മലമായ വിശുദ്ധമായ വെണ്മയുള്ള വസ്ത്രം എങ്ങനെ ഇരിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയല്ലേ? അപ്പോൾ അശുദ്ധമായ വസ്ത്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ അശുദ്ധമായ വൃത്തികെട്ട വസ്ത്രമുള്ളതുകൊണ്ടല്ലേ നിർമ്മലമായ വെണ്മയുള്ള വൃത്തിയുള്ള വസ്ത്രം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ സാധിച്ചത്? ഇന്ന ചോദ്യമാണ്. നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, പ്രസിദ്ധമാക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ദൈവം വിശുദ്ധനെന്ന് കാണിക്കാൻ ദൈവത്തിന് പറ്റിയത്. അപ്പോൾ ഞാൻ ദൈവത്തെ സഹായിച്ചല്ലേ? അപ്പോൾ ദൈവത്തിന് എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? ഒരാൾ ദൈവത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ടല്ലേ കർത്താവിനെ ക്രൂസിൽ മരിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയെ ന്യായീകരിക്കുന്ന അവസ്ഥ. ഇത് ദൈവത്തിന് കൂടുതൽ താൻ ആരെന്ന് തൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തതല്ലേ? എന്തൊരു അബദ്ധമാണിത്. ഈ തരത്തിലാണ് അവർ ചിന്തിച്ചത്. അവർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, എൻ്റെ പാപനിമിത്തം ദൈവം കുറേ കൂടി വിശുദ്ധനായി ലോകത്തിന് വെളിപ്പെടാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ നന്മയും വിശുദ്ധിയും പരിശുദ്ധിയും കൂടുതൽ ലോകത്തിന് കാണാനിട വന്നു എൻ്റെ പാപനിമിത്തം. അപ്പം ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ സഹായിക്കുകയാണ്. ഈ വാദഗതിയാണ് അവർ ഉന്നയിച്ചത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെല്ലാം ഇങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിക്കും. അപ്പം നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും?
ശിക്ഷ അടുത്ത ദൈവം നീതിയില്ലാത്തവൻ. അങ്ങനെയുള്ള എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഞാൻ കാരണമല്ലേ ദൈവത്തെക്കുറിച്ച് 10 പേർ അറിഞ്ഞത്. ദൈവം നല്ലവനാണ്, കള്ളം പറയുന്നവനല്ല, വ്യാജം പറയുന്നവനല്ല, വ്യാജം സഹിക്കാത്തവനാണ്, നീതിമാനാണെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ ഈ കള്ളം ചെയ്തുകൊണ്ടല്ലേ. ഇപ്പോൾ ദൈവം പിന്നെ എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു എന്ന് പൗലോസ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയും പൗലോസ് ഉത്തരം പറയും, ഒരു നാളുമല്ല. അതിൻ്റെ മറുപടി നമുക്ക് അടുത്ത പാഠത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ നാമത്തിന് അപമാനവും കളങ്കം വരുത്തുന്ന അവസ്ഥ മനഃപൂർവ്വമായി ഉണ്ടാകരുത്. ദൈവത്തെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കരുത്. ദൈവം ഉന്നതനാണ്, പരിശുദ്ധനാണ്. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് പറ്റില്ല. നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായിരിക്കും. ദൈവം നമ്മുടെ തെറ്റിന് ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. അത് ഇതിൻ്റെ നീതിയാണ്, ഇതിൻ്റെ വിശുദ്ധിയാണ്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനം.